മംഗളൂരു ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നേത്രാവതി പുഴ ശുചീകരിക്കാൻ ഒന്നിച്ചിറങ്ങി ആയിരങ്ങൾ. കർഷകരുടെ ജീവിതമായും ഭക്തരുടെ പുണ്യനദിയായും ഒഴുകുന്ന നേത്രാവതിയിലെ മാലിന്യം കുന്നുകൂടിയതോടെയാണ് ശുചീകരണം നടത്തിയത്. പുഴ മലിനമാകാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങളും ഭക്തർക്ക് നൽകിയിട്ടുണ്ട്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥ ക്ഷേത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ ദിനംപ്രതി ദർശനത്തിനെത്തുന്ന സ്ഥലമാണ്. ഭക്തരിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിന് സമീപത്തെ നേത്രാവതി സ്നാനഘട്ടത്തിലാണ് പുണ്യസ്നാനം നടത്തുന്നത്. ഇത്തരത്തിൽ ഭക്തർ എത്തുമ്പോൾ നേത്രാവതി നദിയാകട്ടെ പൂർണ്ണമായും മലിനപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഉപേക്ഷിച്ച വസ്ത്രങ്ങളും സോപ്പുകളുടെ കവറുകളും ഷാംപൂ ബോട്ടിലുകളും കുമിഞ്ഞുകൂടി പുഴ വലിയ രീതിയിലാണ് മലിനപ്പെട്ടത്. ഇത് പുഴയെ ആശ്രയിക്കുന്ന കർഷകരെയും ബുദ്ധിമുട്ടിലാക്കി. ഈ സാഹചര്യത്തിലാണ് ബെൽത്തങ്ങാടിയിലുള്ളവർ നേത്രാവതി ശുചീകരണ ക്യാമ്പയിൻ നടത്തുവാൻ തീരുമാനിച്ചത്. തുടർന്ന് 1000-ലധികം പേർ നേത്രാവതി ಸ್ನಾನಘಟ್ಟದ ಶುಚೀಕರಣ ನಡೆಸುತ್ತಿಯಾയിരുന്നു. ಬಂದಂಥ ಭಕ್ತಾದಿಗಳಿಗೆ ಸ್ನಾನ ಮಾಡಲಿಕ್ಕೆ ಇಲ್ಲಿ ಕಷ್ಟ ಆಗ್ತಾ ಉಂಟು. ಈಗಾಗಲೇ ನೀರು ಕಡಿಮೆ ಆಗಿದೆ. ಆದ ಕಾರಣ ಇವತ್ತು ನಾವು ಏನು ಕೆಲಸ ಮಾಡ್ತೇವೆ ಪ್ರತಿ ವರ್ಷವೂ ಮಾಡ್ತಾ ಇದೆ. ಇವತ್ತು ನಾವು ಮಾಡುವ ಕೆಲಸವನ್ನು ಒಂದಷ್ಟು ಜನರಿಗೆ ಅಂದರೆ ಪ್ರೇರಣೆ ಕೊಡಬೇಕು. ಇದರಿಂದ ಬಂದಂಥ ಭಕ್ತಾದಿಗಳು ಅವರು ಇನ್ನು ಮುಂದಕ್ಕಾದರೂ ಈ ಬಟ್ಟೆಗಳನ್ನು ವೇಸ್ಟ್ ಸಾಮಗ್ರಿಗಳನ್ನು ನೀರಿನಲ್ಲಿ ಹಾಕುವುದನ್ನು ಅವರ ಮನಪೂರ್ವಕವಾಗಿ ಮಾಡಿದ ನಮಗೆ ಖುಷಿ ಉಂಟು. ಅಂದಾಗ ಇವತ್ತು ತುಂಬ ಜನ ವಿದ್ಯಾರ್ಥಿಗಳು ಬೆಳಿಗ್ಗೆಯಿಂದಲೇ ಅವರಿಗೆ ಮನವರಿಕೆ ಮಾಡುವ ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ആരാധനാലയങ്ങളുടെ പരിധിയിലുള്ള നദികളുടെ 500 മീറ്ററിനുള്ളിൽ ഷാംപൂ, സോപ്പ് എന്നിവയുടെ വിൽപ്പന നിരോധിക്കാനും ഭക്തർ സ്നാനഘട്ടത്തിന് സമീപം വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ദിവസങ്ങൾക്ക് മുൻപ് വനം പരിസ്ഥിതി മന്ത്രി ഈശ്വര ബി ഖണ്ഡ്രെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ശുചീകരണം. നേത്രാവതി പുഴയിൽ നിന്നും കരയിൽ നിന്നുമായി വസ്ത്രങ്ങളുടെയും സോപ്പ്, ഷാംപൂ പാക്കറ്റുകളുടെയും കൂമ്പാരം തന്നെ കണ്ടെത്തി. ബെൽത്തങ്ങാടി പോലീസ് വകുപ്പിന്റെയും SDM കോളേജ് വിദ്യാർത്ഥികളുടെയും സഹകരണവും ശുചീകരണത്തിനുണ്ടായിരുന്നു. ಹೌದು, ಅಂದರೆ ಇದು ಇಲ್ಲಿಗೆ ಬರುವವರು ಕೂಡ ಅದರ ಬಗ್ಗೆ ಒಂದು ಗಮನ ಹರಿಸಬೇಕು. ಯಾಕೆಂತಂದರೆ ಈಗ ಈ ಊರಿನಲ್ಲಿ ಅಥವಾ ಯಾವುದೊಂದು ಟೂರಿಸ್ಟ್ ಪ್ಲೇಸ್ ಇರಲಿ, ಒಂದು ದೊಡ್ಡ ದೊಡ್ಡ ದೇವಸ್ಥಾನ ಇರಲಿ, ಅಲ್ಲಿನ ಲೋಕಲೈಟ್ಸ್ಗಳು ಹೇಳುವಂಥದ್ದು ಅಂದರೆ ಮೊದಲ ಕಂಪ್ಲೇಂಟ್ಸ್ ಅಂತಂದರೆ ಅಲ್ಲಿಗೆ ಬೇರೆ ಕಡೆಯಿಂದ ಬಂದವರು ಆ ಭಾಗವನ್ನು ಅಂದರೆ ಹಾಳು ಮಾಡ್ತಿದ್ದಾರೆ. ಅಂದರೆ ಧರ್ಮಸ್ಥಳ ಅನ್ನುವಂಥದ್ದು ಒಂದು ವರ್ಲ್ಡ್ ವೈಡಿಂದ ಬರುವಂಥದ್ದು ಇದೆ ಇಲ್ಲಿಗೆ. ಸೊ ಇಲ್ಲಿನ ಜನರು ಏನು ಕಂಪ್ಲೇಂಟ್ ಹೇಳ್ತಾರೆ ಅಂತಂದರೆ ಬೇರೆ ಕಡೆಯಿಂದ ಬರುವವರು ಇಲ್ಲಿನ ಸಂಸ್ಕೃತಿಯನ್ನು ಅಂದರೆ ಸ್ವಚ್ಛತೆಯನ್ನು ಇಟ್ಕೊಳ್ಳೋದಿಲ್ಲ, ಹಾಳು ಮಾಡ್ತಾರೆ, ಇದರಿಂದ ನಮಗೆ ತೊಂದರೆ ಆಗ್ತದೆ ಅಂತ ಹೇಳ್ತಾರೆ. ಸೊ ಅದಕ್ಕೆ ಬಂದವರು ಹೋದ ಜಾಗವನ್ನು ಹಾಳು ಮಾಡದೆ ನೀಟ್ನೆಸ್ ಅನ್ನ ಅಲ್ಲಿ ಮೇಂಟೈನ್ ಮಾಡಬೇಕು. ಎಲ್ಲ ಕಡೆ ಕಸದ ಬುಟ್ಟಿಗಳನ್ನೆಲ್ಲ ಇಟ್ಟಿರ್ತಾರಲ್ಲ, ಸೊ ಅದೆಲ್ಲ ಪ್ರೊವೈಡ್ ಮಾಡಿರುವಾಗ ಅದನ್ನೆಲ್ಲ ಯೂಸ್ ಮಾಡಿಕೊಂಡು ಅಲ್ಲೇ ಅವರ ಹಳೆ ಬಟ್ಟೆಗಳನ್ನು ಇರ್ಬೋದು, ಅಥವಾ ಇವಾಗ ನಾವಲ್ಲಿ ಸೋಪ್ ಎಲ್ಲ ಸುಮಾರಷ್ಟಿತ್ತು, ಒಂದೊಂದು ರಾಶಿ, ಅದೆಲ್ಲ ಬರೀ ಒಂದೊಂದು ದಿನದ್ದು, ಒಂದು ಹೊತ್ತಿಂದು. ಸೊ ಹೀಗೆ ಆಗುವಾಗ ಒಂದು ವಾರದಲ್ಲಿ ಎಷ್ಟಿರ್ಬೋದು ಅಥವಾ ಒಂದು ತಿಂಗಳಲ್ಲಿ ಎಷ್ಟಿರ್ಬೋದು, ಅದನ್ನೆಲ್ಲ ಸ್ವಲ್ಪ ಗಮನ ವಹಿಸಬೇಕು. പുണ്യനദികൾ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് ഈ ശുചീകരണം ഭക്തർക്ക് നൽകുന്നത്. ഇത്തരത്തിൽ അടുത്ത വർഷം ശുചീകരണം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.